അപ്പൊ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ രണ്ട് ഈക്വൽ ആൻഡ് ത്രിബിൾ ഈക്വൽ. ത്രിബിൾ ഈക്വൽസും ഡബിൾ ഈക്വലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഡബിൾ ഈക്വൽ ഈസ് നോൺ ആസ് എൻ ഇക്വാളിറ്റി ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ആൻഡ് ത്രിബിൾ ഈക്വൽ എന്ന് പറയുന്നത് ഈസ് നോൺ ആസ് സ്ട്രിക്റ്റ് ഇക്വാളിറ്റി ഓപ്പറേറ്റർ. രണ്ടിന്റെയും വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് 5 ഈസ്ക്വൽ ടു സിംഗിൾ കോട്സിനകത്ത് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡബിൾ, അപ്പൊ ഇതിനകത്ത് ഡബിൾ ഈക്വൽ ആണ് ചോദിക്കുന്നത്. ഇത് ട്രൂവും ഇത് എന്ന് പറയുന്നത് ത്രിബിൾ ഈക്വലിനകത്ത് എന്താണ് ഇത് ഫാൾസും ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. 5 ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് ഡിഫറൻസ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഈക്വൽസ് പെർഫോംസ് ടൈപ്പ് കോയിർഷൻ. ടൈപ്പ് കോയിർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് കൺവേർട്സ് ദ സ്ട്രിംഗ് 5. അതായത് ഈ സ്ട്രിംഗ് 5നെ എന്താണ് ഇത് നമ്പർ 5ഉം ഇത് സ്ട്രിംഗ് 5ഉം ആണ്. അപ്പൊ ഈ സ്ട്രിംഗ് 5നെ എന്താണ് നമ്പർ 5 ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് ടൈപ്പ് കോയിർഷൻ എന്ന് പറയുന്നത്. അത് സ്ട്രിങ്ങിനെ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യും, റിസൾട്ടിങ് ഇൻ ദ ഔട്ട്പുട്ട് ബീങ് ട്രൂ. അങ്ങനെ 5:5 എന്ന് പറഞ്ഞാൽ ട്രൂ ആയിട്ട് വരും. മനസ്സിലായോ? അത് ടൈപ്പിനെ ഇത് ചെയ്യുന്നില്ല. അപ്പൊ റിസൾട്ടിങ് triple equal to on the other hand does not perform type cohesion resulting in the output being false. ഇതിനകത്ത് സ്ട്രിങ്ങിനെ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. അത് കാരണം ഇതിനകത്ത് എന്താണ് നമുക്ക് ഔട്ട്പുട്ട് ഫാൾസ് ആയിട്ട്, അപ്പൊ 5ഉം 5 എന്ന് പറഞ്ഞ സ്ട്രിംഗ് 5ഉം ഡിഫറെന്റ് അല്ലേ, അപ്പൊ നമുക്ക് ഫാൾസ് എന്ന് പറയാം. അതാണ് സ്ട്രിക്റ്റ് ഇക്വാളിറ്റി ഓപ്പറേറ്റർ ആൻഡ് അതായത് ഇക്വാളിറ്റി ഓപ്പറേറ്ററും സ്ട്രിക്റ്റ് ഇക്വാളിറ്റി ഓപ്പറേറ്ററും തമ്മിലുള്ള ഇത് ടൈപ്പ്. ഇതിനകത്ത് ടൈപ്പ് കോയിഷൻ ഡബിൾ ഈക്വലിനകത്ത് ടൈപ്പ് കോയിഷൻ നടക്കും. അത് കാരണം ട്രൂ ആയിട്ട് മാറും. അപ്പൊ രണ്ടും സെയിം ആയില്ലേ, 5 രണ്ടും നമ്പർ ആയി, അപ്പൊ ട്രൂ ആയിട്ട് മാറും. ഇതിനകത്ത് ടൈപ്പ് കോയിഷൻ നടക്കില്ല. അപ്പൊ സ്ട്രിങ്ങും നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അല്ല, അപ്പൊ ഫാൾസ് ആയി മാറും. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ ഈക്വൽ ആൻഡ് ത്രിബിൾ ഈക്വൽ.